നാലാം ഘട്ട തെരഞ്ഞെടുപ്പും പൂർത്തിയായിരിക്കുന്നു. വോട്ടിംഗ് ശതമാനം കുറവാണെങ്കിലും ഇരു മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള ഘട്ടങ്ങളാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. അതിൽ ദക്ഷിണേന്ത്യയിലെ കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലേക്കുമുള്ള അതുപോലെ തന്നെ പുതുച്ചേരി, ലക്ഷദ്വീപ് ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പൂർണ്ണമായിട്ടും ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു. ബാലിച്ചേട്ടാ, ആകെ 119 മണ്ഡലങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ BJPയുടെ ലക്ഷ്യമായിട്ടുള്ള 400ലേക്ക് എത്തണമെങ്കിൽ ഈ 119ൽ ബഹുഭൂരിപക്ഷവും അവർക്ക് നേടണം. 2019 നോക്കുകയാണെങ്കിൽ കർണാടക ഒരു ഗുണം ചെയ്തു എന്നല്ലാതെ കാര്യമായിട്ടുള്ള ചലനം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചില്ല. 2024ലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് BJPയുടെയും NDAയുടെയും ദക്ഷിണേന്ത്യയിലെ പ്രതീക്ഷ? അർജുൻ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ 400 കടക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് BJP കളത്തിലിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ അവർ വലിയ തോതിൽ കേന്ദ്രീകരിച്ചിരുന്നു. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിലേക്ക് കഴിഞ്ഞവണ ഒരു സാച്ചുറേഷൻ പോയിന്റ് ആയിരുന്നു. ഈ 119 സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അർജുൻ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 മുന്നണികളും വലിയ തോതിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. ഈ BJPയുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അവർ ഈ തമിഴ്നാടൊക്കെ ഉൾപ്പെടെ പുതിയ ഒരു മേച്ചിൽപ്പുറങ്ങളിലേക്ക് അവർക്ക് അവരുടെ ഫുട് പ്രിന്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അമിത്ഷാ ഇന്നലെയും ഇന്നും ഒക്കെ നൽകിയിരിക്കുന്ന പല അഭിമുഖങ്ങളിലും അത് പറയുകയും ചെയ്തു. ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമ്പരാഗതമായ ഒരു ശക്തി കേന്ദ്രമാണ് ദക്ഷിണേന്ത്യ. അതുകൊണ്ട് ആ മേഖലയിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെയും പ്രതീക്ഷ. തീർച്ചയായിട്ടും. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അണ്ണാമലൈ ഒരു ഫാക്ടറിനെ കൊണ്ടുവന്ന് മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി നോക്കുന്നു. തെലങ്കാനയിലും ആന്ധ്രയിലും പ്രതീക്ഷയുണ്ട്. കേരളത്തിലേക്കും ചുരുങ്ങിയ ഒരു 5 സീറ്റുകളെ നേടാമെന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അവകാശവാദം 2019 അവരെ ഏറ്റവും കൂടുതൽ തുണച്ചത് കർണാടകയാണ്. ആ കർണാടകയിലാണ് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ പോലെ വലിയൊരു വിവാദം BJPയെ കുടുക്കിയിരിക്കുന്നത്. അതിനൊക്കെ ശേഷവും അവിടെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അത് അവിടെ തിരിച്ചടിയാവില്ലേ? ഈ 400 അവിടെ ഭീകരപക്ഷത അവിടെ ഏൽക്കില്ലേ? അതെ, നമുക്ക് ഈ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് കേരളവും തമിഴ്നാടും ഒന്നിച്ചെടുക്കാം. ഈ കേരളത്തിൽ ഇപ്പം നമ്മളെ ഏത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ അടുത്ത് സംസാരിച്ചാലും ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവിൻ്റെ അടുത്ത് സംസാരിച്ചാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 നീക്കി വയ്ക്കുക. കാരണം തമിഴ്നാട്, പുതുച്ചേരി, കേരളം ഈ 60 സീറ്റുകളിലും താമരയെന്നും വിരിയാനെന്നും പോകില്ല. ആ 60 അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കരുതുകയാണ്. ആ 60ൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്നീടുള്ള കാൽക്കുലേഷനുകളിലേക്കൊക്കെ എത്തുന്നത്. ഇപ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ ഈ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60ആണ്. അതുകൊണ്ട് അവിടെ പക്ഷേ BJPയും അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. BJP അവിടെ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഭ്യന്തരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 4 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിലെ 2, പരമാവധി 3 വരെ പോകാം. കേരളത്തിലെ 1 സീറ്റാണെന്നാണ് അവർ ഈ ഒരു ഇൻറ്റേർണലായിട്ടുള്ള കോൺവെർസേഷനിലൊക്കെ പറയുന്നത്. ഏതായാലും അത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് വരാം. കർണാടകയാണ് അർജുൻ ചോദിച്ച കാര്യം. കർണാടകത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 2019 മോദി തരംഗം ആഞ്ഞു വീശിയ ഒരു സംസ്ഥാനമാണ് എന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഏറ്റവും അധികം ആദ്യം തന്നെ വന്നത് ഏറ്റവും അധികം സാധ്യതകളുമുള്ള സംസ്ഥാനമാണ്. പക്ഷെ അവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ വലിയ പ്രതീക്ഷയിലൊക്കെ ആയിരുന്നെങ്കിലും 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, BS യെദ്യൂരപ്പയ്ക്കെതിരായ കേസ്. ആ കേസിന് ശേഷം BS യെദ്യൂരപ്പ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയിക്കേണ്ടത്. അവസാന ഘട്ടത്തിലേക്കൊക്കെയാണ് വരുമ്പോൾ നാരീശക്തിയൊക്കെ ആയിട്ട് പ്രചരണത്തിലേക്ക് ഇറങ്ങിയിരുന്ന BJPയെ ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ പ്രജ്വൽ രേവണ്ണ കേസ് വന്നത്. സന്ദേശ് കാലിക്ക് ബദൽ ബംഗാൾ രാജ്ഭവനിൽ അവർ പറയുന്നുണ്ട്. എന്നാലും അവരുടെ നാരീശക്തിക്ക് ഒരു തിരിച്ചടിയാകുന്ന തരത്തിലുണ്ടായിരിക്കുന്ന ഈ 2 ഫാക്ടറുകളും ഇത് നമ്മൾ ഈ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് കർണാടക രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം, ആ സ്വാധീനം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസ് അവിടെ മെച്ചപ്പെട്ട ഒരു നില പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാരണം തങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ടിൽ കുറവില്ല. ദേശീയ തെരഞ്ഞെടുപ്പാണ്, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ മോദി ഫാക്ടറി തന്നെ വർക്ക് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP. ഒപ്പം മത്സരം ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ NDA ആയാലും ഇന്ത്യ സഖ്യ ആയാലും നമുക്ക് എത്ര കേന്ദ്രമന്ത്രിമാരെ ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രതീക്ഷ? ആരൊക്കെ ഉണ്ടാകും? കേരളം ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നു. ആരൊക്കെ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ പോലും 2 മുന്നണികൾ വന്നു കഴിഞ്ഞാലും ശക്തരായ മന്ത്രിമാർ കേരളത്തിൽ നിന്നല്ല ദക്ഷിണേന്ത്യയിൽ നിന്നുണ്ടാകും. കാരണം അതിനൊരു പ്രത്യേക രാഷ്ട്രീയ കാരണം കൂടെ ഉണ്ട്. ഇനിയുള്ള ഒരു വളർച്ച BJPയാണ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവരുടെ ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യ തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ നേതാക്കളെയൊക്കെ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് അതിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും BJP ശ്രമിക്കുക. കോൺഗ്രസിന് ഇന്ത്യ സഖ്യമോ അധികാരത്തിൽ വരികയാണെങ്കിൽ
അവരുടെ ബേസ് അല്ലെങ്കിൽ അസ്തിത്വം നിലനിൽക്കുന്നത് ഈ ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. എന്തിനേറെ പറയുന്നു, പ്രധാനമന്ത്രി പോലും കേരളത്തിൽ നിന്നൊക്കെ ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷേ അതുകൊണ്ട് പ്രാതിനിധ്യം സംബന്ധിച്ചുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും. എന്തായാലും ദക്ഷിണേന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മുഴുവൻ ഫോക്കസും ഉത്തരേന്ത്യയിലേക്കാണ്. അമേഠിയിലും വാരണാസിയിലും അതുപോലെ തന്നെ റായ്ബറയിലും എല്ലാം ഇതിനോടകം തന്നെ വലിയ വലിയ റാലികൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി തിരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ഫോക്കസും അത് ഉത്തരേന്ത്യയിലും ഹിന്ദി ഹൃദയഭൂമിയിലുമായി മാറിയിരിക്കുകയാണ്.